ദർശന സർവീസ് സൊസൈറ്റിയുടെ കീഴിലുള്ള അവർ ലേഡി ഓഫ് സോറോസ് ഗ്രൂപ്പിൽ നിന്ന് ഈ വർഷത്തെ സജീവ പ്രവർത്തകയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ലിസി വർഗീസ് ചേച്ചിയാണ്. ലിസി വർഗീസ് ചേച്ചിയോടൊപ്പമാണ് ഞാൻ. ആമ്പക്കാടുള്ള ലിസി വർഗീസ് ചേച്ചിയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ സന്തോഷ വാർത്ത ചേച്ചിയെ അറിയിക്കുന്നതിനും കൂടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പാലയൂർ അന്തോണി ത്രേസ്യ ദമ്പതികളുടെ സീമന്തപുത്രിയായി 1956 ജനുവരിയിലാണ് ലിസ് ചേച്ചിയുടെ ജനനം. ഈ ഗ്രൂപ്പ് തുടങ്ങിയ കാലം മുതൽ തന്നെ സജീവ പ്രവർത്തകയാണ് ചേച്ചി. ചേച്ചിയുടെ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ വീട് ആമ്പക്കാട്. എനിക്ക് 2 മക്കളാണുള്ളത്, മകനും മകളും. 2 പേരുടെയും വിവാഹം കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് മകൻ്റെയും മരുമകളുടെയും കൂടെയാണ്. അവർക്ക് 3 കുട്ടികളുണ്ട്, 2 ആണും 1 പെണ്ണും. മകളേനെയും കല്യാണം കഴിച്ചത് പുത്തൂര് എന്ന സ്ഥലത്തേക്കാണ്. ദർശനയുടെ നേതൃത്വത്തിൽ യൂട്യൂബ് പ്രോഗ്രാമായ 9 വിഭവങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു വിഭവത്തിന് യൂട്യൂബ് പ്രോഗ്രാമിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതേപ്പറ്റി ഒന്ന് പറയാമോ? ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ എൻ്റെ ഒരു പ്രോഗ്രാമായിരുന്നു അത്. അതിൽ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ ഓട്സ് ദോശ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ഓട്സ് ഉണ്ട്, കടലപ്പരിപ്പ്, തോരപ്പരിപ്പ്, ചെറുപയർ പരിപ്പ്, ഉഴുന്ന് പരിപ്പ്, ഉലുവ, മസൂർ പരിപ്പ്, ഇതെല്ലാം കൂടി ഓട്സ് ഒഴികെ ബാക്കിയെല്ലാം 4 മണിക്കൂർ നേരം നന്നായി കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിർത്ത് അരയ്ക്കുന്നതിന് മുന്നേ 10 മിനിറ്റ് മുന്നേ ഓട്സും കുതിർത്ത് അരച്ച് ചേർക്കുക. പാകത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കാം. ഈ ദോശ ന്യൂട്രീഷ്യസ് ആണ്, ഹെൽത്തിയാണ്. കരകൗശല വസ്തുക്കൾ കൊണ്ട് ചേച്ചി ഒരുപാട് വസ്തുക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് യൂട്യൂബിൽ കണ്ടിട്ടുമുണ്ട്. പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ഞാൻ പാഴ്വസ്തുക്കൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് സബോളയുടെ തോല്, വെളുത്തുള്ളി തോല്, മെഴുക്, പിന്നെ അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ കുപ്പി കൊണ്ട് ഒരു ഇതുണ്ടാക്കിയിട്ടുണ്ട്, ചിരട്ട കൊണ്ട് ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ചെറിയ സാധനങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ലൂർദ് പള്ളിയിൽ വെച്ച് ബൈബിൾ എഴുതിയവരുടെ ഒരു ചടങ്ങിൽ ചേച്ചി ഉണ്ടായിരുന്നു. ബൈബിൾ എഴുതിയിട്ടുണ്ടോ? അതിന് എത്ര സമയമെടുത്തു? അതുപോലെ തന്നെ എന്തായിരുന്നു അതിനുള്ള ഒരു പ്രചോദനം? ഞാൻ ബൈബിൾ എഴുതിയത് പുതിയ നിയമം ആണ് എഴുതിയത്. ഒരു 45 ദിവസം എടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കറക്റ്റ് ഡേറ്റ് ഒന്നും വെച്ചല്ല എഴുതിയത്, അതുകൊണ്ട് എനിക്ക് അത്ര പറയാൻ പറ്റില്ല. പിന്നെ അതിന് പ്രചോദനം മാതൃവേദിയുടെ കീഴിൽ ബൈബിൾ എഴുതണവരെ അന്വേഷിച്ചപ്പോൾ എനിക്ക് എഴുതാൻ വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ എഴുതി. എൻ്റെ കയ്യക്ഷരം മോശമെന്ന് പറഞ്ഞപ്പോൾ അവർ എന്നെ പ്രോത്സാഹിപ്പിച്ചു. കയ്യക്ഷരമൊന്നും നോക്കണ്ട, എഴുത്തും വായനയും അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എഴുതിയത്. അതിന് പ്രചോദനം തന്നത് എൻ്റെ അനിയൻ്റെ ഭാര്യയാണ്. മികച്ച പ്രാസംഗികയുമാണ്. ഈ അടുത്ത കാലത്ത് നടന്ന യൂട്യൂബ് പ്രോഗ്രാമായ എൻ്റെ അമ്മ എന്ന പ്രസംഗ മത്സരത്തിൽ അത് കണ്ടിരുന്നു. അമ്മയെപ്പറ്റി 2 വാക്ക് പറയാമോ? അമ്മ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഏറ്റവും വിലപ്പെട്ടത് തന്നെയാണ്. അമ്മയില്ലാത്തവരുടെ ദുഃഖം നമുക്ക് അറിയാം. പിന്നെ എൻ്റെ അമ്മ ഇന്ന് 92 വയസ്സായിട്ടുണ്ട്. ഞങ്ങളതിനെ പ്രാർത്ഥന അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളിലും പഠിക്കാനും പണിയെടുപ്പിക്കാനും ഒക്കെ അമ്മ ചെറുപ്പം തൊട്ട് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അമ്മ ഭയങ്കര കൃത്യനിഷ്ഠയോട് കൂടിയുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. പിന്നെ അമ്മയ്ക്കാണെങ്കിൽ പൂക്കളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, കൃഷിയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിനനുസരിച്ചാണ് അമ്മയുടെ മനസ്സും ഒരു പൂ പോലെയാണ്. അപ്പോൾ അടുത്തൊരു ഇത് കഴിഞ്ഞു, ഗുഡ്നസ് TV-കാർ വന്ന് അമ്മയും ഞങ്ങളെല്ലാവരും കൂടിയുള്ള ഒരു എപ്പിസോഡ് എടുത്തു. ഇന്ന് അതിൻ്റെ ഒരു പ്രക്ഷേപണം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച ഉണ്ടായിരുന്നു. ഇനി ചൊവ്വയും തിങ്കളും ഉണ്ട് ആ പരിപാടി. അങ്ങനെ ഞങ്ങൾ അഭിമാനം ഉണ്ട് അമ്മ. ലിസി ചേച്ചീനെ ഞാൻ വളരെ കൊല്ലങ്ങളായിട്ട് ഗ്രൂപ്പിൽ വരുന്നതിനേക്കാൾ മുമ്പ് പരിചയമാണ്. ലിസി ചേച്ചി കുറേ പാട്ടും കവിതകളും ഒക്കെ ഓരോ സംഘടനകളിലും പള്ളികളിലൊക്കെ
ആക്റ്റീവായി പാട്ട് പാടാറുണ്ട്. നമുക്ക് വേണ്ടി ഒരു 4 വരി പാടാം. എനിക്ക് ക്രിസ്ത്യൻ പാട്ടാണ് ഇഷ്ടം, അതാണ് അറിയുള്ളൂ. സിനിമാ പാട്ടൊന്നും എനിക്കറിയില്ല. ഇതും അറിഞ്ഞിട്ടല്ല, എന്നാലും ഞാൻ പാടാറുണ്ട്. എല്ലാ ദിവസവും പ്രാർത്ഥന കഴിഞ്ഞ ഒരു പാട്ട് എന്നുള്ളതിൽ പാടാറുണ്ട്. ഇപ്പം അതെല്ലാം മറന്നു വേഡ്സൊക്കെ, എന്നാലും ഞാൻ 4 വരി പാടാം. തുമ്പപ്പൂവിൻ തൂവെണ്മയും തുളസി കതിരിൻ പരിശുദ്ധിയും ചെന്താമരയുടെ ചാരുതയും ഒരുപോലെ തൂകുമോരമ്മ വാത്സല്യവാരിതിയമ്മ. അമ്മേ അമലോത്ഭവയേ, ഞങ്ങൾക്കായി നീ എന്നും പ്രാർത്ഥിക്കണേ. നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ട് നമ്മുടെ അച്ഛൻ്റെ പ്രസിഡൻറ്റ് അച്ഛനെക്കുറിച്ച്, അച്ഛൻ്റെ കൂടെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ലിസേച്ചിക്കുള്ള അഭിപ്രായം പറയാം. നമ്മുടെ അച്ഛൻ സോളമൻ അച്ഛൻ നമ്മുടെ ഗ്രൂപ്പിൻ്റെ പ്രസിഡൻറ്റും ദർശന ക്ലബിൻ്റെ ഡയറക്ടറും കൂടിയാണ്. അച്ഛൻ ഒരു കാഴ്ച പരിമിതനാണെന്നുള്ളത് ഞാൻ വളരെ വൈകിയാണ് അറിഞ്ഞത്. അച്ഛൻ്റെ നടത്തത്തിലും പ്രവൃത്തിയിലും എല്ലാം നമ്മളെപ്പോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ അച്ഛൻ നമ്മുടെ ഗ്രൂപ്പായാലും ഏത് ഗ്രൂപ്പായാലും എവിടെ കൊണ്ടുപോകാനും വളരെ ഊർജ്ജസ്വലനായിട്ട് എല്ലാവരെയും പങ്കെടുപ്പിച്ചു കൊണ്ട് ചെയ്യുന്നുണ്ട്. ടൂറ് പോകുമ്പോഴും നമ്മുടെ ഒപ്പം നിന്ന് എല്ലാ കാര്യങ്ങളും, എല്ലാവിധ കെയറിങ്ങും നമുക്ക് തരാറുണ്ട്. അങ്ങനെ എനിക്ക് അതുകൊണ്ട് തന്നെ അച്ഛനോട് വളരെ ബഹുമാനവും സ്നേഹവുമാണ്. ചേച്ചി ഗ്രൂപ്പിലെ എല്ലാ കാര്യങ്ങളിലും സജീവമായി പങ്കെടുക്കുന്ന വ്യക്തിയാണ്. ഈ അടുത്ത കാലത്തുണ്ടായ വൈറ്റ് ക്യാൻ എന്ന റാലിയിൽ സ്വരാജ് റൗണ്ട് മുഴുവൻ ചുറ്റി ഞങ്ങളോടൊപ്പം ഫുൾ ടൈം ഉണ്ടായിരുന്നു. ഈ പ്രായത്തിലും ഇത്രയും ആരോഗ്യത്തിൻ്റെ രഹസ്യം എന്താണ്? രഹസ്യം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ചെറുപ്പം തൊട്ടേ പണിയെടുക്കുക, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിരുന്നു. പിന്നെ ഭക്ഷണ രീതിയും പഴയ കാലത്തെ കപ്പ, ചക്ക, മാങ്ങ ഇതൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. അന്നും തിന്നും ഇന്നും തിന്നും. ഇപ്പോഴത്തെ ഭക്ഷണം ഇത്തിരി പ്രശ്നമുണ്ട്. അങ്ങനെയുള്ള ഒരു ഇതുള്ളൂ. ലിസ് ചേച്ചിയുടെ ദേശം, ആമ്പക്കാട് ദേശം ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വളരെ പ്രകൃതി രമണീയമായ ഈ സ്ഥലം ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ലിസ് ചേച്ചി എന്നും ഈ ഭാഗത്ത് നടക്കാൻ വരാറുണ്ടോ? അത് ലിസ് ചേച്ചിയുടെ അഭിപ്രായം ദേശത്തിനെ കുറിച്ചൊന്ന് പറയൂ. ഞാൻ എന്നും അന്നും നടക്കാൻ വരാറുണ്ടെങ്കിലും ആദ്യകാലങ്ങളിലൊക്കെ നടക്കാൻ വരാറുണ്ടായിരുന്നു. ഇപ്പോൾ ഇത്തിരി പിന്നാണ് നടക്കലൊക്കെ. എന്നാലും നല്ല സ്ഥലമാണ്. കൃഷിയും ഭൂപ്രകൃതി കൊണ്ടെല്ലാം നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. വെള്ളങ്ങളും കുഞ്ഞൊക്കെ കാണാനുണ്ട്. അങ്ങനെയുള്ള നല്ലൊരു സ്ഥലമാണ്. ഏത് സമയത്തും ചേച്ചിയെ കണ്ടിരിക്കുന്നത് വളരെ ശാന്തശീലയും സൗമ്യതയോടും കൂടിയിട്ടാണ്. ഇനിയുള്ള കാലവും മക്കളോടും പേരക്കുട്ടികളോടൊപ്പം വളരെ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ.